ഹലോ, എൻ്റെ പേര് ശ്രീഹരി. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. 3 സിനിമയും ഏകദേശം അടുപ്പിച്ചടുപ്പിച്ച് തന്നെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ നല്ല ടയേർഡായിരുന്നു. മൂന്നാമത്തെ സിനിമയായ ജയ് ഗണേഷിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, മൂവിയുടെ ഡയറക്ടർ രഞ്ജിത്ത് ശങ്കർ, അദ്ദേഹം ഒരു സൂപ്പർ ഹീറോ കൺസെപ്റ്റൊക്കെ ആയിട്ടാണ് ഈ ഒരു മൂവിയും കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ നിന്നിറങ്ങുന്ന അടുത്തൊരു സൂപ്പർ ഹീറോ കൺസെപ്റ്റ് എന്നതായിരുന്നു മൂവിയുടെ ഒരു ലേബലും. അതിൻ്റെ ട്രെയിലർ ഓർ ടീസറൊക്കെ കണ്ടതിന് ശേഷം എനിക്ക് തമിഴിലെ മാവീരൻ മൂവിയായിട്ട് കണക്ട് ആയിരുന്നു. അങ്ങനെയാണ് ഈ ഒരു മൂവി കാണാനിടയായത്. സിനിമ എങ്ങനെയുണ്ടെന്നൊരു ഓവറോൾ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് ഫീലാണ് എനിക്ക് തോന്നിയത്. നെഗറ്റീവായിട്ട് പറയുമല്ല, പക്ഷേ കുറച്ച് എവിടെയൊക്കെ പോരായ്മകളുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിനു മുമ്പ് മൂവിയുടെ കുറച്ച് പോസിറ്റീവ്സിനെ പറ്റി പറയാം. ഫസ്റ്റ് പോസിറ്റീവ് ഇതിലെ ചില പെർഫോമൻസുകളാണ്. അതിന് ഡെഫിനറ്റ്ലി ഉണ്ണി മുകുന്ദൻ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നൊരു ക്യാരക്ടർ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു കുട്ടിയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഒരു പയ്യൻ നല്ലൊരു അഭിനയമായിരുന്നു. ചില ക്രൂഷ്യൽ സിറ്റുവേഷനിലൊക്കെ ആ ഒരു കുട്ടിയുടെ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗിക്ക് തന്നെ ആ ഒരു കുട്ടിയുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ശങ്കർ ശർമ്മ എന്നൊരു മ്യൂസിക് ഡയറക്ടറാണ്. പീക്ക് പോയിന്റിലൊക്കെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പാട്ടുകളും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് എനിക്ക് പോസിറ്റീവായിട്ട് മെയിനായിട്ട് പറയാനുള്ളത്. പക്ഷേ മൂവി കണ്ടതിന് ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കണം തോന്നി. ഭയങ്കര ലാഗിങ് എനിക്ക് ഫീൽ ചെയ്തു. ചില ഭാഗത്ത് വിഷ്വൽസിൻ്റെ ഒരു ലാഗിങ് തോന്നി. മാത്രമല്ല, ഇനി തിയേറ്ററിൻ്റെ ഇഷ്യൂ ആണോന്ന് എനിക്കറിയില്ല, ചില ഭാഗങ്ങളിൽ അതിൻ്റെ സൗണ്ടിൻ്റെ ലാഗിങ്ങും എനിക്ക് ഫീൽ ചെയ്തു. ദേഷ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ സൗണ്ട് കുറച്ചും കൂടെ ലൗഡർ ആയിരിക്കണമല്ലോ, അതൊക്കെ എനിക്കെന്തോ ഇൻറ്റൻസിറ്റി കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇനി തിയേറ്ററിൽ സൗണ്ട് കുറച്ച് വെച്ചിരിക്കുന്നതാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ ഒരു ഭാഗത്ത് വന്ന മ്യൂസിക് കറക്റ്റ് ഇൻറ്റൻസിറ്റിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം സൗണ്ടിൻ്റെ ഒരു ഇഷ്യൂ എനിക്ക് ആ ഒരു ഭാഗങ്ങളിലും ചില പോർഷൻസിൽ വിഷ്വൽസിൻ്റെ ഒരു ലാഗിങ്ങും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ണി മുകുന്ദൻ അദ്ദേഹം ഒരു പാരലൈസ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന് നമുക്കറിയാം. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് സിറ്റുവേഷനിലും അതല്ലാതെയും വരുന്ന ചില പോർഷൻസ്, ഈവൻ ഒരു പോലീസ് കേസൊക്കെ ആയിട്ട് വരുന്ന ഫസ്റ്റ് തന്നെ ഒരു കാണിക്കുന്നൊരു സീൻ, ഒരു കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു സിറ്റുവേഷനൊക്കെയാണ്. അവിടെയൊക്കെ വരുന്ന പെർഫോമൻസ് ആണെങ്കിലും അവിടുത്തെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ കുറച്ച് ലാഗിങ് ആയിട്ട് തോന്നി. മാത്രമല്ല, മർമ്മപ്രധാനമായിട്ടൊരു ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ പോലും അവിടെ ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ടല്ലോ. ആ ഒരു സ്റ്റോറിയിൽ ഡെലിവറി ചെയ്യേണ്ട ഒരു ഇമോഷണൽ കണക്റ്റ് എനിക്ക് അതിൻ്റെ ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് വരെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുമായിരുന്നു, ആ ഒരു സിറ്റുവേഷൻ കുറച്ച് ഇമോഷണൽ സംഭവമാണ്, പക്ഷേ അത് എന്തുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തില്ല എന്നൊരു തോട്ട് എൻ്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. അത് ചിലപ്പം ചില പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട്, എസ്പെഷ്യലി ഒരു പോലീസുകാരുടെയൊക്കെ ഒരു ഭാഗം, ആ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗങ്ങളൊക്കെ എനിക്ക് എന്തൊക്കെയോ ഒരു കല്ലുകടി ഫീൽ ചെയ്തു. സ്റ്റോറി ഇങ്ങനെ മൂവ് ചെയ്ത് വരുമ്പോഴും പെർഫോമൻസുകളൊക്കെ റഷപ്പ് ചെയ്ത് വരേണ്ട ഒരു സമയങ്ങളിലും ഒരു പീക്ക് പെർഫോമൻസ് അവർ കൊടുത്തായിട്ട് എനിക്ക് തോന്നിയില്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് പെർഫോമൻസുകൾ ഒഴികെ ബാക്കിയുള്ളവരുടെ പെർഫോമൻസുകളൊന്നും എനിക്ക് സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയില്ല. പിന്നീടും എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ക്ലൈമാക്സ് പോർഷനിലോട്ട് വരുമ്പോഴും ആ ഒരു സീനുകളിൽ സൂപ്പർ ഹീറോ മൂവിയാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സൂപ്പർ ഹ്യൂമൻ പവർ, അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്ക് കുറച്ചും കൂടെ കണക്റ്റഡ് ആയി. ആ ഒരു സമയത്ത് മാത്രമാണ് എനിക്ക് ഇമോഷണലി ഒന്നുകൂടെ കണക്റ്റ് ആവാൻ ശ്രമിച്ചത്. ഒരു പാരലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തി, അദ്ദേഹം ഒരു കാർട്ടൂണിസ്റ്റ് ഗ്രാഫിക് ഡിസൈനറൊക്കെയാണ്. പുള്ളിക്കാരൻ്റെ ലൈഫ് തന്നെയാണ് പുള്ളിക്കാരൻ സ്റ്റോറി ആയിട്ട് ഇങ്ങനെ പറയുന്നത്. ഇദ്ദേഹത്തിനല്ല സൂപ്പർ ഹീറോ പവർ കിട്ടുന്നത്, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ ഒരു സൂപ്പർ ഹീറോ കൺസെപ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. അത്രേ ഒരു ബന്ധമുള്ളൂ. കുറച്ചും കൂടെ ഒരു 5-6 വർഷം മുമ്പേ ഉള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്ത, ആ പോലീസ് ക്യാരക്ടർ ചെയ്തവരാണെങ്കിലും, അല്ലെങ്കിൽ ഫസ്റ്റ് വരുന്ന സീനിൽ കുറച്ച് ജോമോൾ, അങ്ങനെ കുറച്ച് പേരൊക്കെ ആണെങ്കിലും അവരുടെ ഒരു പവർ ഉണ്ടല്ലോ, ഒരു ക്യാരക്ടറിൻ്റെ പവർ ഉണ്ടല്ലോ, അതൊന്നും ആ ഒരു ഡയലോഗ്സിൽ എനിക്ക് കറക്റ്റായിട്ട് ഡെലിവർ ആയി വന്നിട്ടില്ല. നല്ലൊരു സ്റ്റോറി ആയിരുന്നു, പക്ഷേ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് കൊണ്ട് കുറച്ച് ബാക്ക്വേഡ് പോയൊരു ഫീൽ എനിക്ക് തോന്നി. അത് മാത്രമല്ല, മുൻപ് പറഞ്ഞിട്ടുള്ള ചില ക്യാരക്ടേഴ്സ്, ആ ക്യാരക്ടേഴ്സ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ആക്ടേഴ്സ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല പെർഫോമൻസ് ചെയ്യാൻ സാധിക്കും എന്ന് തോന്നുന്ന തരത്തിലുള്ള ആക്ടേഴ്സിന് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കണക്റ്റഡ് ആവാനും കുറച്ചും കൂടെ ഒരു സിറ്റുവേഷൻസ് ബിൽഡപ്പ് ചെയ്ത് ആ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തരാനും മൂവിക്ക് സാധിക്കുമായിരുന്നു. ഓവറോൾ എനിക്കൊരു ആവറേജ് ഫീൽ മാത്രമാണ് ഈ ഒരു മൂവി തന്നത്. ക്ലൈമാക്സിലെ ഒരു പോർഷൻ കൊണ്ട് മാത്രം കുറച്ച് എലവേറ്റഡ് ആയി, കുറച്ച് പീക്ക് ലെവലിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊഴിച്ച് കഴിഞ്ഞാൽ മൂവി ഒരു ആവറേജിലും താഴെ ഒരു ഫീലാണ് എനിക്ക് തന്നത്. പക്ഷേ മൂവി കണ്ട എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ ഫാമിലീസിനൊക്കെ ഇത് കുറച്ചും കൂടെ കണക്റ്റഡ് ആവും. അപ്പോൾ ഇതൊക്കെയാണ് ജയ് ഗണേഷ് മൂവിനെ പറ്റിയുള്ള എൻ്റെ ചെറിയ റിവ്യൂ. കുറച്ചും കൂടെ ഒന്ന് നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഇന്നിതിപ്പോൾ 3ാമത്തെ റിവ്യൂ ആണ്, അതുകൊണ്ട് തന്നെ 3 പടങ്ങളെ പറ്റി പരാമർശിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ജയ് ഗണേഷ് മൂവി കണ്ടവരാണ്, അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു മൂവി കണ്ടവരാണെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ഒന്ന് പറയുക. കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ റിവ്യൂ ഒന്ന് സജസ്റ്റ് ചെയ്യുക. പറ്റുവാണെങ്കിൽ മൂവി ഒന്ന് തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.